ഹായ് ഓൾ. 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 8 കൊടുത്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് സംഖ്യാക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈഡ് ഹെഡിങ്ങിലാണ്. അതിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നത് സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ പറഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെ നോക്കാം. ഇവിടെ ആദ്യം നോക്കിക്കുക, നിങ്ങൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് എണ്ണൽ സംഖ്യകൾ? നിങ്ങൾക്കറിയാം, നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അല്ലേ, 1, 2, 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഈ ഫസ്റ്റത്തെ എണ്ണൽ സംഖ്യകൾ എന്നുള്ളതിൻ്റെ നേരെ 1, 2, 3 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കലി ആലോചിച്ചാൽ തന്നെ അടുത്ത സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും. 4 ആണ്, 5 ആണ്, 6 ആണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അടുത്തായിട്ട് തൊട്ട് താഴെ തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യകൾ എന്നാണ്. അപ്പോൾ ഇരട്ട സംഖ്യകൾ എന്താണ്? 2, 4, 6 എന്നൊക്കെ പറയുന്ന സംഖ്യകളല്ലേ, അല്ലെങ്കിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ എന്നൊക്കെ പറയാം. അപ്പോൾ 2, 4, 6 ആണെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി തന്നെ ആലോചിച്ചാൽ അവിടെ എന്ത് പറയാൻ പറ്റും? തൊട്ടടുത്ത സംഖ്യ വരിക 8 ആണ്, അത് കഴിഞ്ഞാൽ 10 ആണ്, പിന്നെ ആരാണ്? 12 ആണ്. പിന്നെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകൾ എന്നാൽ 1, 3, 5 1, 3, 5 എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും? 7 ആയിരിക്കും. പിന്നെ ആരായിരിക്കും? 9 ആയിരിക്കും. പിന്നെ ആരായിരിക്കും? 11 ആയിരിക്കും. പിന്നെ എണ്ണൽ സംഖ്യകളുടെ പകുതി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെ കാണുന്ന 1 എണ്ണൽ സംഖ്യയിൽ ആദ്യത്തെ, അതിൻ്റെ പകുതി എത്രയാണ്? അര, 1/2 ആണ്. പിന്നെ 2 ഉണ്ട്, 2ൻ്റെ പകുതി ആരാ? 1. പിന്നെ 3 ഉണ്ട്, 3ൻ്റെ പകുതി ആരാണ്? 1/2. അങ്ങനെയാണ് ഈ അടുത്ത അര വരിക. 4 ഉണ്ട്, 4ൻ്റെ പകുതി ആരായിരിക്കും? 2. പിന്നെയോ 5 ആണ് അടുത്തത്, 5ൻ്റെ പകുതി ആയിരിക്കും അടുത്ത് വരിക. 5ൻ്റെ പകുതി ആരാ? 2.5. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വർഗ്ഗം എന്ന് പറഞ്ഞാൽ? ഇപ്പം 2 എന്ന് പറഞ്ഞ സംഖ്യേൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 2² എന്നല്ലേ നമ്മൾ എഴുതുക. എന്ന് വെച്ചാൽ എന്താ? 2 ഗുണം 2, 2നെ 2 കൊണ്ട് തന്നെ ഗുണിക്കുക. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 4. അപ്പോൾ അതേപോലെ ഓരോന്നിൻ്റെയും വർഗ്ഗങ്ങളാണ് എഴുതി. ആദ്യം 1ൻ്റെ വർഗ്ഗം, 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെയാണ് ഈ അടുത്ത ആര വരിക? 4ൻ്റെ സ്ക്വയർ 4 ഗുണം 4 16. പിന്നെ 5ൻ്റെ സ്ക്വയർ അതെത്രയാണ്? 25. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. അപ്പം ഇതിനൊക്കെ പ്രത്യേകത എന്താ? അപ്പോൾ ആദ്യത്തേൽ നോക്കിയാൽ എണ്ണൽ സംഖ്യകൾ വെറുതെ അവിടെ നിന്ന് എടുത്ത് എഴുതി വെച്ചതല്ല, ഒരു ഓർഡറിൽ എഴുതി വെച്ചാണ്. ആദ്യത്തേത്, പിന്നെ രണ്ടാമത്തെ എണ്ണൽ സംഖ്യ, മൂന്നാമത്തേത്, നാലാമത്തേത് എന്ന് പറഞ്ഞിട്ട് എണ്ണൽ സംഖ്യകൾ എഴുതി വെച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത സംഖ്യ ഏതാണെന്ന് പറയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇരട്ട സംഖ്യ. വെറുതെ റാൻഡമായിട്ട് 10, 20, 22, 58 അങ്ങനെ ഏതെങ്കിലും ഇരട്ട സംഖ്യകൾ എഴുതി വെച്ചതല്ല. പകരം 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് ക്രമമായിട്ട് ഓർഡറിലായിട്ട് എഴുതി വെച്ചതാണ്. പിന്നെ അവിടെ നിങ്ങളോടൊരു കാര്യം കൂടെ പറഞ്ഞു, ഇരട്ട സംഖ്യകളാണെന്ന്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഓർഡർ ഏതാണെന്ന് പോകുന്നത്. പിന്നെ അടുത്ത ഒറ്റ സംഖ്യകളായാലും ഇതുപോലെ ക്രമമായിട്ട് തന്നെയാണ് എഴുതി വെച്ചത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന പരിപാടി തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സംഖ്യകളാണെങ്കിൽ ഇങ്ങനെ ക്രമമായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതൊരു സംഖ്യാശ്രേണിയാണെന്ന് പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നിയമം അനുസരിച്ച് 1ാമത്, 2ാമത്, 3ാമത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഡെഫിനിഷൻ. നമ്മൾ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു നിയമം വേണം. അപ്പോൾ ആദ്യത്തേൽ എന്താ? എണ്ണൽ സംഖ്യകൾ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻ, ഒരു ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചത്. എണ്ണൽ സംഖ്യകളാണ് ആദ്യത്തേത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നൊരു ക്രമമായിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സംഖ്യാശ്രേണിയാണ്. പിന്നെ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയും തുടർച്ചയായ ഇരട്ട സംഖ്യകൾ ഏറ്റവും ചെറുതെന്ന് വലുതാക്കിയിട്ട് എഴുതിയാണ്. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ ഇരട്ട സംഖ്യകൾ 10 മുതലുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാലോ, അപ്പം ഞാൻ ഇങ്ങനെ എഴുതും 10, 12, 14, 16. ഇതെന്താണ്? ഒരു ശ്രേണിയാണ്. നമുക്കിവിടെ 10 മുതൽ എന്ന് പറയുമ്പോൾ ആദ്യം 10ൻ്റെ എഴുതി, പിന്നെ 10 കഴിഞ്ഞിട്ട് വരുന്ന എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന എഴുതി, അങ്ങനെ ഓർഡറിലാണ് എഴുതിയത്. അവിടെ അവർ തമ്മിൽ ബന്ധമുള്ള ഒരു നിയമം എന്താണ്? 10 മുതൽ തുടങ്ങുന്ന ഇരട്ട സംഖ്യകൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന പരിപാടി തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സംഖ്യാശ്രേണി എന്ന് പറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് ഏത് തരം ബന്ധങ്ങളും ആവാം, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനനുസരിച്ചാണ്, നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് അത് എഴുതുക. അപ്പം കുറച്ചും കൂടി എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വരാം. നമ്മൾ 8ാം ക്ലാസ്സിൽ ബഹുഭുജങ്ങളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ബഹുഭുജം ഏതാ? ത്രികോണമാണ്. തൊട്ടടുത്തതോ? ചതുർഭുജം,
പഞ്ചഭുജം, ഷഡ്ഭുജം, അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ശ്രേണികൾ ഉണ്ടാക്കി നോക്കിയാലോ. ഏറ്റവും ചെറിയ ബഹുഭുജത്തിൻ്റെ വശങ്ങൾ എത്ര എണ്ണമാണ്? 3 എണ്ണം. അങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ വശങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഒരു ശ്രേണി. അപ്പം 3, 4, 5, 6 അങ്ങനെ പോകുന്നതാണ്. എണ്ണൽ സംഖ്യകളുടെ ശ്രേണി പോലെ തന്നെയാണ് 3-ൽ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഏറ്റവും ചെറിയ ബഹുഭുജത്തിൽ നിന്ന് തുടങ്ങി പോകുന്ന ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണത്തിൻ്റെ ശ്രേണി അല്ലേ. ഇനി ഇതേപോലെ ഇവരുടെ കോണുകളുടെ തുക, അകക്കോണുകളുടെ തുകേനെ പറ്റിയിട്ട് നമുക്കൊരു ശ്രേണി ഉണ്ടാക്കി വെക്കാം. ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ് വരിക? 180. നിങ്ങൾ 8ാം ക്ലാസ് തന്നെ പഠിച്ചിട്ടുണ്ട്. ചതുർഭുജാണെങ്കിലോ 360, പഞ്ചഭുജാണെങ്കിലോ 540, ഷഡ്ഭുജാണെങ്കിലോ 720, അങ്ങനെ പോകും. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു ശ്രേണിയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അടുത്തൊരു എക്സാമ്പിൾ. ഈ കാണുന്ന ഫിഗർ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ്. ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ഒരു മട്ട ത്രികോണമാണ്. അതിൻ്റെ 2 വശങ്ങൾ പാദവും ലംബവും തന്നിട്ടുണ്ട് 1 മീറ്റർ വീതമാണ്. അങ്ങനെയാണെങ്കിൽ കർണം എത്രയായിരിക്കും? കർണം √2 ആയിരിക്കുമെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, പൈതഗോറസ് തിയറം വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, √2 ആണെന്ന് മനസ്സിലാക്കുക. ഇനി ആ കാണുന്ന മട്ട ത്രികോണത്തിനോട് ചാരിയിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ കർണം ഒരു വശമായിട്ട് മറ്റൊരു മട്ട ത്രികോണം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഒരു വശം 1 മീറ്ററാണ്, ഒരു വശം പിന്നെ ഈ കാണുന്ന √2 തന്നെയായിരിക്കും. ഇത് √2 ആണെങ്കിൽ മറ്റേതൊരു 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇപ്പം കിട്ടിയ പുതിയ ത്രികോണത്തിൻ്റെ കർണം എത്രയായിരിക്കും? നമ്മളവിടെ കണ്ടുപിടിച്ചാണ്. അത് √3 ആയിരിക്കും. എത്രയാണ്? √3. ഇനി മൂന്നാമത്തെ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ പുതിയൊരു മട്ട ത്രികോണം കൂടെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കർണം എത്രയായിരിക്കും? √4 ആയിരിക്കും. √4ൻ്റെ വാല്യൂ നമുക്കറിയാം. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 2. ഇനി അടുത്തത് എത്രയാണ് വരിക? അടുത്തത് √5 ആണ് വരിക. √5. ഇനി ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, തുടർന്നു കൊണ്ടിരുന്നാൽ എത്രയായിരിക്കും അടുത്ത് വരിക? √6, √7 അങ്ങനെ പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കർണങ്ങളുടെ ഒരു ശ്രേണി നമുക്ക് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. എങ്ങനെയാണ് വരിക? √2, √3, √4, √5 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് √4 എന്ന് പറയുന്നില്ല. √4ൻ്റെ വാല്യൂ അവിടെ ഒരു കൊടുക്കുകയാണ് ചെയ്ത്. √4ൻ്റെ വാല്യൂ എത്രയാണ്? 2. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇതും എന്താണ്? ഒരു സംഖ്യാശ്രേണിയാണ്. ഇവിടെ ഈ സംഖ്യകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നിയമം എന്താണ്? ഇവിടെ ഈ ചിത്രം തന്നിട്ട് നമുക്ക് ഓരോ ചിത്രങ്ങളുടെയും കർണങ്ങളുടെ ശ്രേണി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിളിലേക്ക് തന്നെ വന്നാൽ, ഫസ്റ്റത്തെ 5 എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 5 എക്സാമ്പിളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ. ആദ്യത്തേൽ നിയമം എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളായിരുന്നു. രണ്ടാമത്തേൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ട സംഖ്യകളാണ്. മൂന്നാമത്തേൽ നിയമം എന്താ? ഒറ്റ സംഖ്യകളാണ്. അപ്പം നമുക്ക് സംഖ്യാശ്രേണിയിൽ ആ സംഖ്യകൾ തമ്മിൽ ബന്ധമുള്ള എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ചില സംഖ്യാശ്രേണികളെ ഒന്നിൽ കൂടുതൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒരേ ശ്രേണി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇവൻ തന്നെയാണ്. ഇവനെ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു രീതിയിലും കൂടെ നമുക്ക് വിവരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില ശ്രേണികളുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജസ്റ്റ് ആവുന്ന നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേ എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്താണ്, സ്ക്രീൻഷോട്ട് എടുത്താണ്. നോക്കിക്കോ. ഒരു ശ്രേണിയെ തന്നെ പലതരത്തിൽ വിവരിക്കാം ഉദാഹരണമായി എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ ഉദാഹരണം? ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾ മാത്രം എടുക്കുകയാണ്. അപ്പോൾ അതാരൊക്കെയാണ്? 1, 11, 21, 31. ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 41, 51 എന്നിങ്ങനെ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. ഇനി ഇതിനെ വേറെ എങ്ങനെ നമുക്ക് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, അല്ലെങ്കിൽ വേറെ എങ്ങനെ നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം പറയാം? നോക്കിക്കോ, അതും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ തന്നെ മറ്റൊരു തരത്തിൽ പറയാം. 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് വെച്ചാൽ ഇതിലുള്ള ഓരോ ആളുകളെയും 10 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ ശിഷ്ടം 1 ആണെന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയോ, ആദ്യത്തെ ആൾ 1 ആയിരുന്നു അല്ലേ. 1നെ 10 കൊണ്ട് ഹരിക്കുകയാണ്. 1നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വരുന്ന ശിഷ്ടം എത്രയായിരിക്കും? ശിഷ്ടം എന്ന് പറയുന്നത് ആ കാണുന്ന 1 തന്നെയായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ 11 ആണ്. 11നെ നമുക്ക് 10 കൊണ്ട് ഹരിച്ച് നോക്കാം. 11നെ 10 കൊണ്ട് ഹരിച്ചാൽ നമ്മളെങ്ങനെ ചെയ്യുക? 11 ഹരിക്കണം 10. 11ൽ 10 ഒരു വട്ടം പോവും.
പിന്നെ 1 × 10 10 ബാക്കി 1. ആ ബാക്കി എന്ന് പറഞ്ഞാൽ ആരാണ്? ശിഷ്ടമാണ്. അപ്പോൾ അവിടെ എന്താണ്? ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 1 അല്ലേ? ഇനി അടുത്ത ആളെടുത്ത് നോക്കിക്കോ. 21. 21 ഹരിക്കണം 10. ചെയ്ത് നോക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. 21-ൽ 10 എത്ര പ്രാവശ്യം പോവുക? 2 പ്രാവശ്യം. 20 വരെയാണ് പോവുക. ബാക്കി ആരാ അവിടെ ഉള്ളത്? ബാക്കി ശിഷ്ടമായിട്ട് ആരുണ്ട്? 1 ഉണ്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ആ ശ്രേണിയിൽ, ഈ കാണുന്ന ശ്രേണിയിൽ ആരെടുത്ത് നോക്കിയാലും 10 കൊണ്ട് ഹരിച്ചാൽ, 10 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ 1 എന്ത് വരിക? ശിഷ്ടം വരിക. അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം നോക്കിക്കോ. നമ്മുടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെ കണ്ടെടുക്കാം. 1 2 3 4 5 വെറുതെ എണ്ണൽ സംഖ്യകൾ ജസ്റ്റ് എഴുതിയതാണ്. എണ്ണൽ സംഖ്യകളുടെ ഒരു ശ്രേണിയാണ്. ഇതിൽ ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ആദ്യത്തെ സംഖ്യ ആരാ? 1. രണ്ടാമത്തെ 2 അല്ലേ? അപ്പോൾ ഈ ഓരോ ആളുകളും എന്താണ്? പദങ്ങൾ എന്നാണ് നമ്മളെ അവർ വിളിക്കുക. എന്താ വിളിക്കുക? പദം. ഇവിടെ ഇത് ആദ്യത്തെ പദം, ഇത് ആദ്യത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം, ഇത് നാലാമത്തെ പദം, ഇത് അഞ്ചാമത്തെ പദം, ഇങ്ങനെ പോയിട്ട് ഓരോന്നിനെയും നമ്മൾ പദങ്ങൾ എന്നാണ് വിളിക്കുക. അടുത്തൊരു എക്സാമ്പിൾ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം എടുത്തതിലേക്ക് തന്നെ പോവാം. ഇപ്പം ഇരട്ട സംഖ്യകളുടെ നോക്കിയോ. ഈ 2 എന്ന് പറയുന്നത് ആദ്യ പദമാണ്. 4 രണ്ടാം പദം, 6 മൂന്നാം പദം, 10 നാലാമത്തെ അല്ല 5-ാമത്തെ പദമാണ്, 12 6-ാം പദമാണ്. ഇനി ഒറ്റ സംഖ്യകളിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 1-ാം പദം ആരാ? 1-ാം പദം ആരാ തന്നെയാണ് ഇവിടെ? 1 തന്നെയാണ്. 4-ാം പദം ആരാ? അപ്പോൾ 4-ാമത്തെ ആളെ നോക്കുക. 4-ാമത്തെ ആളാരാണ്? 7 5-ാം പദം ആരാണ്? 5-ാമത്തെ ആളെ നോക്കുക. 9. അപ്പോൾ അവരെ പദങ്ങൾ എന്നാണ് വിളിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊട്ടുകളടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ ആദ്യത്തേൽ 3 പൊട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പാക്കി. ഇവിടെ ഇങ്ങനെ കുറച്ച് പൊട്ടുകൾ അടുക്കി വെച്ച് എന്താക്കി? ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പാക്കി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു പാറ്റേൺ ഉണ്ട്. ഇനി എന്താ പറയുന്നത്? ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ജസ്റ്റ് എണ്ണാനേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആദ്യത്തേൽ എത്ര ഉണ്ട്? 1 2 3. അപ്പോൾ നമ്മൾ എഴുതി 3 എന്ന് എഴുതി വെച്ചു. ഇനി രണ്ടാമത്തേൽ നോക്കിക്കേ, ഈ കാണുന്ന 3 ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ അടിയിലേക്ക് എത്ര എണ്ണം കൂടെ ഉണ്ട്? ഒരു 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 3 എത്രയായി? 6 ഇനി തൊട്ടടുത്തേൽ ഇവിടെ കാണുന്ന ഈ 6 എണ്ണം അതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഇവിടെ എത്ര ഉണ്ട്? അടിയിലൊരു 4 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? 10 എണ്ണമായി. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് ആ ശ്രേണി കണ്ടിന്യൂ ചെയ്തത്. ഇനി തുടർന്നുള്ള ആളും കൂടെ എഴുതാൻ പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതി പോവാം. 3 6 10. ഇനി ബാക്കി എത്ര? ബാക്കി ആരൊക്കെയാണ് വരിക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ 3 എണ്ണം, പിന്നെ അടിയിൽ എത്ര എണ്ണമായി? ഒരു 3 എണ്ണം ആഡ് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് വരുമ്പം അടിയിലൊരു 4 എണ്ണമാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്തതിൽ എത്ര എണ്ണം ആഡ് ചെയ്യും? 5 എണ്ണം കൂടെ ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പുള്ള എത്രയാണോ, ഇവിടെ തൊട്ട് മുമ്പുള്ള എത്രയാണോ അതിനോട് എത്രയും കൂടെ ആഡ് ചെയ്യും? 5 എണ്ണം കൂടെ ആഡ് ചെയ്യും. ഇനി അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ ശ്രേണിയിലേക്ക് വരാം. ഇതാണ് ശ്രേണി. നമുക്കൊന്നുകൂടെ മാറ്റി എഴുതാം. 3 6 10 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ആദ്യത്തിലേക്ക് നോക്കിക്കോ. 3-ന്ന് 6-ലേക്ക് പോകാൻ നമ്മൾ എത്ര ആഡ് ചെയ്യണം? ഒരു 3 ആഡ് ചെയ്യണം. 6-ന്ന് 10-ലേക്ക് പോകാൻ നമ്മൾ എത്ര ആഡ് ചെയ്യണം? എത്ര കൂട്ടണം? ഒരു 4 കൂട്ടണം. അപ്പോൾ ആദ്യം 3 കൂട്ടി, പിന്നെ 4 കൂട്ടി. അപ്പോൾ ഇനി അടുത്ത സംഖ്യ കിട്ടുക എത്ര കൂട്ടേണ്ടി വരും? 5 കൂട്ടണം. 10-നോട് 5 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 15 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ത്രികോണം ഉണ്ടാക്കാൻ ആവശ്യമായത് എത്ര ആളാണ്? 15 ആൾ. ഇനി തൊട്ടടുത്ത് ഉണ്ടാക്കാനോ? വീണ്ടും 5 കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആരെ കൂട്ടണം? 6 കൂട്ടണം. അപ്പോൾ 6 കൂട്ടി എത്ര കിട്ടും? 15ഉം 6ഉം. 15ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 21 കിട്ടുക. വീണ്ടും തൊട്ടടുത്ത് ഉണ്ടാക്കാനോ? വീണ്ടും നമ്മൾ 7 കൂട്ടും. 6 കൂട്ടിയ സ്ഥിതിക്ക് ഇനി അടുത്ത എത്ര കൂട്ടും? 7 കൂട്ടും. 21ഉം 7ഉം 28. അപ്പം നമുക്ക് തൊട്ട അടുത്ത ത്രികോണം ഉണ്ടാക്കാൻ 15 പൊട്ടുകൾ ആവശ്യമുണ്ട് അല്ലേ? അത് കഴിഞ്ഞാലോ 21 പൊട്ടുകൾ ആവശ്യമുണ്ട്. പിന്നെയോ 28 പൊട്ടുകൾ ആവശ്യമുണ്ട്. ആകെ അടുത്ത 3 എണ്ണം ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? ഇവരെല്ലാവരും പാടെ വേണമെങ്കിൽ കൂട്ടി വയ്ക്കാൻ മതി എത്ര പൊട്ടുകളുണ്ടെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. രണ്ടാമത്തെ ചോദ്യം. ഒരു സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന്
ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നത് ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയാണ്. ആദ്യത്തെ ആളാരാ? സമഭുജ ത്രികോണം, 3 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണം. പിന്നെ സമചതുരാണ്, 4 വശങ്ങൾ തുല്യമായിട്ടുള്ള ചതുർഭുജം. ഇനി 4 കോണുകളും തുല്യമാണ് കേട്ടോ. സമപഞ്ചഭുജം. സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 വശങ്ങളും 5 കോണുകളും തുല്യമായിട്ടുള്ള ബഹുഭുജം. അപ്പോൾ ഇങ്ങനെ തുടർന്ന ജാമിതീയ രൂപങ്ങളിൽ നിന്ന് നമ്മൾ താഴെ പറയുന്ന ആളുകളുടെ ശ്രേണി ഉണ്ടാക്കണം. അതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന വശങ്ങളുടെ എണ്ണം അത് അവർ തന്നെ തന്നിട്ടുണ്ട്. 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. 3 എന്ന് പറഞ്ഞാൽ എന്താ? ത്രികോണത്തിന് 3 വശങ്ങളാണ്, ചതുർഭുജത്തിന് 4 വശങ്ങളാണ്, അല്ലെങ്കിൽ സമചതുരത്തിന് 4 വശങ്ങളാണ്, സമപഞ്ചഭുജത്തിന് 5 വശങ്ങൾ, സമഷഡ്ഭുജത്തിന് 6 വശങ്ങൾ. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 7, 8, 9 എന്ന് പറഞ്ഞിട്ട് പോകും. ഇനി അടുത്ത് നമ്മളോട് പറയുന്നത് അകക്കോണുകളുടെ തുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അളവ് നേരിട്ട് അറിയാമെങ്കിൽ നേരിട്ട് തന്നെ എഴുതാം. ത്രികോണത്തിൻ്റെ അകക്കോണുകൾ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. 180 വരിക. എത്രയാണ്? 180. സമചതുരത്തിൻ്റെയോ 360. സമപഞ്ചഭുജത്തിൻ്റെയോ 540. ഇനി സമഷഡ്ഭുജത്തിൻ്റെത് 720. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ, കറക്റ്റ് വാല്യൂ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സമവാക്യമുണ്ട്. n-2 × 180 എന്നാണ് അകക്കോണുകളുടെ തുക കാണാനുള്ള സമവാക്യം. അതിൽ n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. വശങ്ങളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആൾ ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്. അപ്പം 3 - 2 × 180 എന്ന് വരും. 3 - 2 എത്രയാണ്? 1 അപ്പോൾ 1 × 180 നേരെ തന്നെ എഴുതാം. 1 × 180 എന്ന് വരും. 180 ഡിഗ്രി. അപ്പോൾ ഈ 180 നമ്മളിവിടെ മേലോട്ട് എഴുതിയത്. ഓക്കെ. ഇനി രണ്ടാമത്തത് സമചതുരം. സമചതുരത്തിന് 4 വശങ്ങളാണ്. അപ്പം 4 - 2 × 180 എന്ന് വരും. ഈ 4 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ 2 × 180 വരും. 2 × 180 എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതാണ് രണ്ടാമത് നമുക്ക് കിട്ടിയ ഈ കാണുന്ന 360 എന്ന് പറയുന്ന ആൾ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ടെക്നിക്ക് പിടിയിട്ടുണ്ടാവും. ഇനി 5 വശങ്ങളായ എന്താ സംഭവിക്കുക? ആദ്യത്തെ 1 × 180, പിന്നെ 2 × 180. അപ്പോൾ അടുത്ത് വരിക എത്രയാണ്? പഞ്ചഭുജമാണെങ്കിൽ 3 × 180 വരിക. 3 × 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 540. ഇനി തൊട്ടടുത്തതാണെങ്കിൽ 4 × 180 എന്ന് വെച്ചാൽ ഷഡ്ഭുജം, 6 വശങ്ങളാണെങ്കിൽ എന്താണ് വരിക? 720 വരിക. ഓക്കെ, 720 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് നോക്കാം, പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ തുകയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ 8ാം ക്ലാസ് തന്നെ പഠിച്ചതാണ്. ഏത് ബഹുഭുജം ആയിക്കോട്ടെ പുറം കോണുകളുടെ തുക എത്രയായിരിക്കും? 360 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. 360 ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുറം കോണുകളുടെ തുക നമ്മൾ ശ്രേണിയായിട്ട് എഴുതി കഴിഞ്ഞാൽ 360, 360, 360, അങ്ങനെ 360 മാത്രമേ അതിലുണ്ടാവുള്ളൂ. 360 മാത്രം കോമ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി പോയാൽ ആ ശ്രേണിയായി. ഇനി അടുത്ത് ചോദിക്കുന്നത് ഒരു അകക്കോണിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ ഈ ഒരു അകക്കോണിൻ്റെ അളവും നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചതാണ്. ആദ്യത്തെ കുറച്ച് ആളുകളുടെ ഒക്കെ, അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ടതായിരുന്നു. എന്താ വരിക? ത്രികോണമാണെങ്കിൽ 60 ഡിഗ്രിയാണ് വരിക. ഇനി സമചതുരാണെങ്കിൽ 90 ഡിഗ്രിയാണ് വരിക. പഞ്ചഭുജാണെങ്കിൽ 108, സമപഞ്ചഭുജാണെങ്കിൽ 108 ഡിഗ്രി. സമഷഡ്ഭുജാണെങ്കിലോ 120 ഡിഗ്രി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. ഇനി നമുക്കറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ നമുക്കറിയാം ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? 180. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. ഒരു കോണ് കണ്ടുപിടിക്കാൻ 180 ഹരിക്കണം വശങ്ങളുടെ എണ്ണം. വശങ്ങൾ എത്രയാണ്? 3. അപ്പോൾ 180നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. ഇനി രണ്ടാമത്തത് ചതുരത്തിൻ്റെ, സമചതുരത്തിൻ്റെത് കിട്ടാൻ 360 കോണുകളുടെ തുക. അങ്ങനെയാണെങ്കിൽ 360 ഹരിക്കണം വശങ്ങളുടെ എണ്ണം. 4 അല്ലേ വശങ്ങൾ? അപ്പോൾ 360നെ 4 കൊണ്ട് ഹരിച്ചാൽ, 36നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുക 9. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്ത് പഞ്ചഭുജാണെങ്കിൽ 540 ഹരിക്കണം 5. 540നെ 5 കൊണ്ട് ഹരിക്കണം, കാരണം 5 വശങ്ങളാണ്. 5 വശങ്ങളുണ്ടെങ്കിൽ 5 കോണുകളും ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ അതുകൊണ്ടാട്ടോ 3 വശങ്ങളുണ്ടെങ്കിൽ 3 കോണുകൾ, 4 വശങ്ങളുണ്ടെങ്കിൽ 4 കോണുകൾ, 5 വശങ്ങളുണ്ടെങ്കിൽ 5 കോണുകൾ ഉണ്ടായിരിക്കും. 540നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടാം?
108 എന്നാണ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുക. നിങ്ങളൊന്ന് വേണമെങ്കിൽ ഹരിച്ച് നോക്കിയാൽ മതി. പിന്നെ 720 നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? 6 കൊണ്ട് ഹരിക്കണം. കാരണം 6 വശങ്ങളാണ് സമഷഡ്ഭുജത്തിന്. അങ്ങനെയാണെങ്കിൽ 6 കോണുകളും ഉണ്ടായിരിക്കും. 720 ഹരിക്കണം 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രി എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതിയത്. പക്ഷേ പലർക്കും ഇതിൻ്റെ വാല്യൂസൊക്കെ കറക്റ്റായിട്ട് അറിയാൻ മതിയായിരിക്കും. സമഭുജ ത്രികോണത്തിൻ്റെയും സമചതുരത്തിൻ്റെയും സമപഞ്ചഭുജത്തിൻ്റെയും സമഷഡ്ഭുജത്തിൻ്റെയും വരെ നമ്മൾ പഠിച്ചു വെക്കുന്ന, അതിന് മേലോട്ടുള്ളതാണ് നമ്മളധികം പഠിക്കാതിരിക്കുന്നത്, നമുക്ക് ആവശ്യമില്ലാതെ. പക്ഷേ ഇതൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനി അവസാനത്തത് പുറം കോണിൻ്റെ അളവ്. ഒരു പുറം കോണിൻ്റെ അളവിൻ്റെ ശ്രേണി ഉണ്ടാക്കണം. അപ്പോൾ പുറം കോണിൻ്റെ അളവിൻ്റെ ശ്രേണി എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, പുറം കോണുകളുടെ തുക എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഒരു പുറം കോൺ എന്താ വരുന്നത്? തുല്യമായിരിക്കില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം? 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ഒരു അകക്കോണും പുറം കോണും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുക. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇയാളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 120 കിട്ടണം. 120 അല്ല, 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇനി ഇവിടെ 90 ആണെങ്കിൽ തൊട്ട് താഴെയുള്ള ആളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഒന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കിയാൽ മതി. ആദ്യം 3 വശങ്ങളുള്ള ആൾ, പിന്നെ 4 വശങ്ങളുള്ള ആൾ, പിന്നെ 5 വശങ്ങളുള്ള ആൾ. ഇതൊന്നും ജസ്റ്റ് എഴുതണ്ട കേട്ടോ, കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം പറയണം. 6 വശങ്ങളുള്ള സമഷഡ്ഭുജം. ഇനി നോക്കിക്കോ, എല്ലാവരെയും 360 തന്നെയാണ് എന്ത്? പുറം കോണിൻ്റെ തുക എന്ന് പറയുന്നത് 360. അപ്പോൾ ഒരു കോണ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുക? 360 ഹരിക്കണം വശങ്ങളുടെ എണ്ണം അഥവാ കോണുകളുടെ എണ്ണം, രണ്ടും തുല്യമാണ്. 360 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 120. അങ്ങനെയാണ് നമുക്കിവിടെ മേലത്ത് എന്ത് കിട്ടിയത്? 120 ഡിഗ്രി കിട്ടിയത്. അത് രണ്ടാമത്തെ മെത്തേഡ്. ഇനി ഇവിടെ 360 ഹരിക്കണം 4 ചെയ്യുക. 360 ഹരിക്കണം 4 എത്രയാണ്? 90. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 90 എന്ന് കിട്ടും പുറം കോണിൻ്റെ അളവ്. ഇനി വീണ്ടും 360 ഹരിക്കണം 5. 360 ഹരിക്കണം 5 എത്രയാണ് വരിക? നമുക്ക് വേണമെങ്കിൽ സൈഡിൽ അടിച്ചു നോക്കാം. 72 വരിക. 360 ഹരിക്കണം 5. 3-ൽ 5 പോകില്ല. 36-ൽ 5 7 പ്രാവശ്യം പോകും. ശരിക്കും 35 വരെ പോവുള്ളൂ. അപ്പോൾ അവിടെ ബാക്കി ഒരു 1 ഉണ്ട്. ആ 1 ഇവിടെ ഉണ്ട് വിചാരിക്കുക. 1ഉം 0 കൂടിയിട്ട് 10 ആയി. 10-ൽ 2 പ്രാവശ്യം പോകും. അങ്ങനെ നമുക്ക് കിട്ടും വാല്യൂ 72 ഡിഗ്രി. ഇനി മേലോട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. 90 കഴിഞ്ഞാൽ പിന്നെ അടുത്താണ് 72 ഡിഗ്രി. ഇനി അടുത്തത് 360 ഹരിക്കണം 6 കോണുകളാണ്. 360 ഹരിക്കണം 6. 36-ൽ 6 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും. അപ്പോൾ 60 എന്ന് കിട്ടും. 60 ഡിഗ്രി. ഇവിടെ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം ഈ കാണുന്ന ആളുകളുടെയൊക്കെ ശ്രേണി ഉണ്ടാക്കാനായിരുന്നു നമ്മളോടുള്ള ചോദ്യം. ഓരോ ആളുകളുടെയും ശ്രേണി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഈ ഒരു സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ ഇനി 3 ചോദ്യങ്ങളും കൂടെ നമുക്കുണ്ട് തൊട്ടടുത്ത പേജിലായിട്ട്, 9ാമത്തെ പേജിലായിട്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യും. താങ്ക് യു.